ഒരു ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് ഓൺലി. ഇതാണ് ഷാഫ്റ്റ് എന്ന് ചോദിക്കാം. ഈ ഷാഫ്റ്റ് ഇങ്ങനെ കറങ്ങുമ്പം ഇതിന് ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ നമ്മൾ വിചാരിക്കുക. ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഈ ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസിൻ്റെ ചുറ്റും തന്നെ കറങ്ങാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു ഫോഴ്സ്, കറങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സിനാണ് ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് എന്ന്. ഓക്കെ, അപ്പം അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ടോർക്കിൻ്റെ ഇക്വേഷൻ, എത്രത്തോളം ടോർക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് മാത്രം അനുഭവപ്പെടുന്നൊരു ഷാഫ്റ്റിൻ്റെ ടോർഷണൽ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അതാണ് T/J = τ/r. അതിൽ ടി പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ ഈ ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഷാഫ്റ്റ് അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഷാഫ്റ്റ് ഈ ഉണ്ടോ, ഇപ്പോൾ ഇതിലൂടെ സ്ട്രെയിറ്റിലാണ് ഷാഫ്റ്റിൻ്റെ ലൈൻ പോകുന്നത്, എന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നു. അതാണ് ആ ആക്സിസിനെ ബോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ ആ ആക്സിസിനെ ബോട്ടുള്ള പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തത് ജെ കഴിഞ്ഞു. ഇത് ജെ. ഇനി നമുക്ക് ടോ എന്താണെന്ന് പറയട്ടെ. ടോ പറഞ്ഞാൽ ടോർഷണൽ ഷിയർ സ്ട്രെസ്. ഇതിപ്പോൾ ഇവിടെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിനെങ്ങനെ കറക്കുമ്പോൾ ഇതിനെ ഞാൻ ഇവിടെയും ലോക്കാക്കി വിചാരിക്കുക, ഇവിടെ ഞാൻ ലോക്കാക്കി വെച്ച്, എന്നിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിനൊരു സ്ട്രെസ്സ് വരില്ലേ, ഒരു തിരിയാണ്ടിരിക്കാനുള്ള റെസിസ്റ്റിംഗ് ഫോഴ്സ്, അതാണ് സ്ട്രെസ്സ്. നമ്മളിപ്പോൾ ലോഡൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കൊരു സ്ട്രെസ്സ് വരും. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ലോഡ്, ഇപ്പോൾ എൻ്റെ കയ്യിനെ തിരിക്കലാണ് ഇതിൻ്റെ ലോഡ് ഇപ്പോൾ വരുന്നത്. എൻ്റെ കയ്യിനെയും കൂട്ടി തിരിക്കണം. അപ്പോൾ എൻ്റെ കയ്യിനെ തിരിക്കാനുള്ള ആ ലോഡ് ഇതിലേക്ക് വരുമ്പോൾ ഇതിന് തിരിയാണ്ടിരിക്കാനുള്ള ഒരു ഫോഴ്സ്, റെസിസ്റ്റിംഗ് ഫോഴ്സ് വരും, തിരിയാണ്ടിരിക്കാനുള്ള. ആ ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് കാരണം ചിലപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞോ മുറിഞ്ഞോ ഒക്കെ ചെയ്യാം. ഇനി ഇതിൽ ആറ് എന്ന് പറഞ്ഞാൽ റേഡിയസാണ്. റേഡിയസ് ഓഫ് ഷാഫ്റ്റ് D/2. നമ്മൾ ഏകദേശം ഇതൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കാണണം. അതിൻ്റെ പിന്നെ ജെ, പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഷാഫ്റ്റ് അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ ഇതൊരു സിലിണ്ടർ റോഡ് പോലെയാണ്. ഇങ്ങനത്തെ സിലിണ്ടർ റോഡിൻ്റെയൊക്കെ സിലിണ്ടർ ഇങ്ങനെ കറങ്ങുന്ന ഹോളോ അല്ലാത്ത ഫുള്ളിയുള്ള സോളിഡായിട്ടുള്ള ഷാഫ്റ്റിൻ്റെയൊക്കെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഓൾറെഡി അറിയാം. J = 32 × D⁴. ഇതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഷാഫ്റ്റ് അബൌട്ട് ദി ആക്സിസ് ഓഫ് സോളിഡ് ഷാഫ്റ്റ്. ഇത് നമുക്ക് ഈ ഇക്വേഷൻ പലതിനും പറയാം. ഇത് നമുക്ക് സോളിഡ് ഷാഫ്റ്റിൻ്റെയാണ് പറയുന്നത്. സോളിഡ് ഷാഫ്റ്റിൻ്റെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ π/32 × D⁴ ആണ്. അപ്പം ഈ സാധനം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരുമെന്ന് നോക്കണം. പിന്നെ ഈ ആറിൻ്റെ അവിടെ D/2 കൊടുക്കാം. അപ്പോൾ ടോർക്ക് T/, ജെൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, π/32 × D⁴ കൊടുക്കും. ഈ = കൊടുത്തിട്ട് ഷിയർ സ്ട്രെസ്സായ ടോ ആറിൻ്റെ അവിടെ D/2. നമ്മൾ ടോർക്ക് = പറഞ്ഞിട്ട് ആൻസർ കണ്ടെത്താൻ പോവാണ്. ടോർക്ക് T = പറഞ്ഞിട്ട് ആൻസർ എന്തായിരിക്കും? T ഇവിടുന്ന് = കൊടുക്കുമ്പോൾ T = ഈ π/32 × D⁴ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഇൻറ്റൂല് വരും. പിന്നെ ഇത് ഓൾറെഡി ഇവിടെ ഡിവിഷനാണ്, D/2 ടോ D/2 ആണ്. അപ്പോൾ ഇത് D/2 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ റെസിപ്രോക്കലും വരും. അപ്പോൾ എല്ലാം കൂടി എഴുതുമ്പോൾ ആദ്യം π/32 × D⁴, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ.
ഇനി ഇതിനോട് ഇൻറ്റു ചെയ്യേണ്ടത് ടോ ഉണ്ട്. ടോ അങ്ങനെ തന്നെ ഉണ്ടാവും, ടോ മുകളിൽ. ഈ ടോനോട് നമ്മൾ എന്തിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? d/2ൻ്റെ റെസിപ്രോക്കൽ. അതിൻ്റെ റെസിപ്രോക്കൽ പറഞ്ഞാൽ 2/d. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ വെട്ടിപ്പോക്കേണ്ടി വരും. അപ്പം 2ഉം 32ഉം വെട്ടിപ്പോകും. 2ൽ 2 ഒരു വട്ടം, 32ൽ 16 വട്ടം. ഇനി d⁻4 ഉണ്ട് ഇവിടെ, d⁻1 ഇവിടെ ഡിവറും ഡി ചെയ്താൽ d⁻1 നടത്തും. അപ്പോൾ ഈ ഡിയും ഇതിലുള്ള ഒരു ഡിയും വെട്ടിപ്പോയി d⁻3 എന്നാവും. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ T = നമുക്ക് കിട്ടാൻ പോകുന്നത് π/16 ഇൻറ്റു ടോ ഇൻറ്റു d⁻3 d³. ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, നമുക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്യേണ്ട ഇക്വേഷനാണ്. ഇനി നമുക്ക് ഒരു ഷാഫ്റ്റിലൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുക. ചിലപ്പം നമ്മൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതിലൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്, നമ്മൾ എഞ്ചിൻ ഉണ്ടാക്കിയ പവർ ടയറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പവർ കാണാനുള്ള ഇക്വേഷൻ P = നമുക്ക് എന്ത് ചെയ്യുക, 2π/NT/60 എന്ന് നമുക്ക് അറിയാം. ഈ N പറഞ്ഞാൽ RPM ആണ്, T പറഞ്ഞാൽ ടോർക്ക്, P പറഞ്ഞാൽ പവർ. ഓക്കെ. P പറഞ്ഞാൽ പവർ, N പറഞ്ഞാൽ RPM, T പറഞ്ഞാൽ ടോർക്ക്. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഇത് RPM തന്നെ, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്നും T കാണണമെങ്കിൽ അങ്ങോട്ടും കൊണ്ട് കൊടുത്താൽ മതി. ഇപ്പം T മാത്രമായിട്ട് കാണണമെങ്കിൽ T = P അവിടെ തന്നെ ഉണ്ട്. ഈ 60 ഡിവിഷനിലുള്ള 60 അങ്ങോട്ട് പോകുമ്പോൾ P × 60 ഓൾ ഡിവൈഡഡ് ബൈ ഈ 2πN. അത് സമത്തിൻ്റെ ഡിവിഷൻ്റെ മുകളിലുള്ളതല്ലേ, അത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനിലേക്ക് പോകും. അപ്പോൾ 2π × N അങ്ങനെ ഇരിക്കും. ഈ രണ്ട് ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇന്ന് ടോർക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ പവർ എന്ന സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ ടോർക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് ഡയമീറ്റർ എത്ര വേണ്ടി വരും എന്നൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. ഇതാണ് ഇക്വേഷൻസിൻ്റെ ഒരു ഡെറിവേഷൻസ് പോലെ.